കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ അധികാരമേൽക്കും. 11 ദിവസം നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് മുഖ്യമന്ത്രിയെ കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചത്. ചാലക്കുടി മലക്കപ്പാറയിൽ വീട്ടമ്മയുടെ മരണകാരണം ചികിത്സാ പിഴവെന്നാരോപിച്ച് നാട്ടുകാർ അന്തർ സംസ്ഥാന പാത ഉപരോധിച്ചു. പോലീസിന്റെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിൽ പിന്നീട് ഉപരോധ സമരം അവസാനിപ്പിച്ചു. അയ്യന്തോൾ കാർത്യായനി ക്ഷേത്രം മതിൽക്കെട്ടിനുള്ളിലെ പെരുമ്പാമ്പിൻ കൂട്ടത്തിൽ നിന്നും 5 എണ്ണത്തിനെ പിടികൂടി. ക്ഷേത്രത്തിലെ പാത്രങ്ങൾ കഴുകുന്ന സ്ഥലത്ത് പാമ്പിനെ കണ്ടതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ അധികാരമേൽക്കും. 11 ദിവസം നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് മുഖ്യമന്ത്രിയെ കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചത്. ജയറാം രമേശ്, ദീപാദാസ് മുൻഷി, അജയ് മാക്കൻ, മുകുൾ വാസ്നിക് എന്നിവർ ഒരുമിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു പ്രഖ്യാപനം. സത്യപ്രതിജ്ഞാ ചടങ്ങ് തിങ്കളാഴ്ച തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ. പറവൂർ മണ്ഡലത്തിൽ നിന്ന് 20,600 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചാണ് 61 വയസ്സുകാരനായ സതീശൻ ഇത്തവണ കേരള നിയമസഭയിൽ എത്തുന്നത്. കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നിവരാണ് മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ളവരുടെ പട്ടികയിൽ ഉണ്ടായിരുന്ന മറ്റു 2 പേർ. സംസ്ഥാനത്തെ പൊതുവികാരം സതീശനൊപ്പമാണെന്ന് വ്യക്തമായതോടെയാണ് എം.എൽ.എമാരുടെ നിർദ്ദേശത്തെ പോലും അവഗണിച്ചുകൊണ്ട് ഹൈക്കമാൻഡ് വി.ഡി. സതീശൻ എന്ന ഒറ്റപ്പേരിലേക്ക് എത്തിയത്. 102 മണ്ഡലങ്ങളിൽ വിജയിച്ചാണ് ഇത്തവണ UDF അധികാരത്തിൽ ഏറുന്നത്. ഇതിൽ 63 കോൺഗ്രസ് എം.എൽ.എമാരുണ്ട്. 47 പേർ കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണച്ചെങ്കിലും ഘടകകക്ഷികളുടെ അഭിപ്രായവും കേരളത്തിന്റെ പൊതുവികാരവും കൂടി കണക്കിലെടുത്ത് സതീശന് അനുകൂലമായി ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുകയായിരുന്നു. KPCC മുൻ അധ്യക്ഷന്മാർ അടക്കമുള്ളവരെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് കോൺഗ്രസ് ദേശീയ നേതൃത്വം മാരത്തൺ ചർച്ചകൾ നടത്തിയിരുന്നു. സിറ്റിംഗ് എം.എൽ.എ മുഖ്യമന്ത്രിയാകണമെന്ന നിലപാടാണ് മുസ്ലിം ലീഗും കേരള കോൺഗ്രസും സ്വീകരിച്ചത്. കെ. മുരളീധരൻ, VM സുധീരൻ എന്നിവരും വി.ഡി. സതീശനൊപ്പം നിന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. ചാലക്കുടി മലക്കപ്പാറയിൽ വീട്ടമ്മയുടെ മരണകാരണം ചികിത്സാ പിഴവെന്നാരോപിച്ച് നാട്ടുകാർ അന്തർ സംസ്ഥാന പാത ഉപരോധിച്ചു. പോലീസിന്റെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിൽ പിന്നീട് ഉപരോധ സമരം അവസാനിപ്പിച്ചു. ടാറ്റ കമ്പനി തൊഴിലാളി ശിവകുമാറിന്റെ ഭാര്യ ഭൂപതിയാണ് ചികിത്സയ്ക്കിടെ മരിച്ചത്. പനി ബാധിച്ച ഭൂപതിയെ കമ്പനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇവിടെ മതിയായ ചികിത്സ ലഭിച്ചില്ലെന്നാണ് ആരോപണം. രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് വാൽപ്പാറയിലെ ആശുപത്രിയിലേക്കും പിന്നീട് കോയമ്പത്തൂരിലെ ആശുപത്രിയിലേക്കും മാറ്റി. കോയമ്പത്തൂരിൽ വച്ചാണ് കഴിഞ്ഞ ദിവസം ഭൂപതി മരിച്ചത്. ഇതിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ കമ്പനിക്ക് മുന്നിൽ റോഡ് ഉപരോധിച്ചത്. രാവിലെ 7-ന് ആരംഭിച്ച ഉപരോധ സമരം 10 മണിവരെ നീണ്ടു. പോലീസും കമ്പനി മാനേജ്മെന്റ് പ്രതിനിധികളും നാട്ടുകാരുമായി നടത്തിയ ചർച്ചയിലാണ് സമരം അവസാനിപ്പിച്ചത്. ചികിത്സാ പിഴവ് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്ന് സമരക്കാർക്ക് ഉറപ്പ് നൽകി. ഇതോടെയാണ് സമരം അവസാനിപ്പിച്ചത്. മീഡിയ ടൈം, ചാലക്കുടി. അയ്യന്തോൾ കാർത്യായനി ക്ഷേത്രം മതിൽക്കെട്ടിനുള്ളിലെ പെരുമ്പാമ്പിൻ കൂട്ടത്തിൽ നിന്നും 5 എണ്ണത്തിനെ പിടികൂടി. മുട്ട വിരിഞ്ഞ് പുറത്തിറങ്ങുന്നതാണ് ഇവയെന്നാണ് നിഗമനം. ഇനിയും മതിലിനുള്ളിൽ പെരുമ്പാമ്പുകൾ ഉള്ളതായി സംശയമുണ്ട്. ചൊവ്വാഴ്ച രാവിലെ ക്ഷേത്രത്തിലെ പാത്രങ്ങൾ കഴുകുന്ന സ്ഥലത്ത് ഒരു പാമ്പിനെ കണ്ടതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. ആദ്യം കണ്ടെത്തിയ പാമ്പിനെ സർപ്പ ടീം എത്തി പിടികൂടി പിന്നീടുള്ള പരിശോധനയിലാണ് മതിലിനുള്ളിൽ പാമ്പിൻ കുഞ്ഞുങ്ങൾ ഉള്ളതായി കണ്ടെത്തിയത്. ക്ഷേത്രത്തിൽ നിന്നുള്ള അഴുക്കുവെള്ളം പോകുന്ന ചാലിന് സമീപത്തെ മതിലിനുള്ളിലാണ് പാമ്പിനെ കണ്ടെത്തിയത്. തുടർന്ന് മതിലിന്റെ കുറച്ചുഭാഗം പൊളിച്ചു. ഇതോടെ 4 പാമ്പിൻ കുഞ്ഞുങ്ങളെ പിടികൂടി. മുട്ടയിടുന്ന ഇത്തരം സ്ഥലങ്ങളിൽ നിന്ന് 20-ലേറെ കുഞ്ഞുങ്ങളെ വരെ കിട്ടണമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇനിയും പാമ്പിൻ കുഞ്ഞുങ്ങൾ മതിലിനുള്ളിൽ ഉണ്ടെങ്കിലും അവയെ പിടികൂടാൻ ആകാത്ത സ്ഥിതിയാണുള്ളത്. പാമ്പിനെ പിടികൂടുന്ന വിദഗ്ധർ പിടിക്കാനെത്തുമ്പോഴേക്കും ഇവ കൂടുതൽ ഉള്ളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. വരും ദിവസങ്ങളിൽ പാമ്പിൻ കുഞ്ഞുങ്ങൾ മതിലിന് പുറത്തേക്കിറങ്ങുമ്പോൾ പിടിക്കാവുന്ന ധാരണയാണ് ഇപ്പോൾ ഉള്ളത്. മീഡിയ ടൈം, തൃശൂർ. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ.
മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട വി.ഡി. സതീശന് അഭിവാദ്യമർപ്പിച്ച് വിവിധ സ്ഥലങ്ങളിൽ UDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. കയ്പമംഗലത്ത് 3 വീടുകളിൽ നടത്തിയ പ്രകടനത്തിന് മണി കാവുങ്ങൽ, PS ഷാഹിർ, സുരേഷ് കൊച്ചുവീട്ടിൽ, PA അനസ്, KK സക്കറിയ, PK നജ്മുദ്ദീൻ, KK അഫ്സൽ, ഷെഫീഖ്, PA ഗഫൂർ, മണി ഉല്ലാസ്, ഫാത്തിമ അനസ്, സന്ധ്യ രവീന്ദ്രൻ, നാസർ ചളിങ്ങാട്, ഖാദിർ ചുരുക്കാരൻ, അലി PM, സുഹൈൽ PS, ജാബിർ VB, ജിംനു, ഫൈസൽ ബീരോ, അമിറാലി OA തുടങ്ങിയവർ നേതൃത്വം നൽകി. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ച ഉടനെ മാളയിൽ UDF പ്രവർത്തകൻ ഒറ്റയ്ക്ക് ദേശീയ പതാക ഉയർത്തിവീശി ആശംസകൾ അറിയിക്കുന്നത് വേറിട്ട കാഴ്ചയായി. മാള സ്വദേശി ചന്ദ്രനാണ് ടൗണിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ആഹ്ലാദം പ്രകടിപ്പിച്ചത്. മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട വി.ഡി. സതീശന് അഭിവാദ്യം അർപ്പിച്ച് UDF പ്രവർത്തകർ കൊടുങ്ങല്ലൂരിൽ ആഹ്ലാദ പ്രകടനം നടത്തി. കൊടകര മേള കലാസംഗീത സമിതിയുടെ ആഭിമുഖ്യത്തിൽ കുറുംകുഴൽ വിദ്വാൻ കൊടകര ശിവരാമൻ നായരുടെ 9ാം ചരമവാർഷിക ദിനാചരണവും അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. മുതിർന്ന മേള കലാകാരൻ തൃപ്പേക്കുളം ഉണ്ണിമാരാർ ശിവരാമൻ നായരുടെ ഛായാചിത്രത്തിനു മുൻപിൽ ദീപം തെളിയിച്ചു. സമിതി പ്രസിഡന്റ് PM നാരായണമാരാർ അധ്യക്ഷത വഹിച്ചു. കണ്ണമ്പത്തൂർ വേണുഗോപാൽ, അരുൺ പാലാഴി, രാജു വാര്യർ, മരുത്തോമ്പിള്ളി, സജിൻ തൊട്ടിപ്പാൾ എന്നിവർ പ്രസംഗിച്ചു. ചാലക്കുടി നഗരസഭ 5ാം വാർഡായ അളവി സെന്ററിൽ ഖരമാലിന്യ പ്ലാന്റ് പ്രദേശവാസികൾക്കും തൊഴിലാളികൾക്കുമായി പനമ്പിള്ളി കോളേജ് ഓഡിറ്റോറിയത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ആലീസ് ഷിബു ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷിഫ സന്തോഷ് അധ്യക്ഷയായി. വാർഡ് കൗൺസിലർ നിതിൻ പുല്ലൻ, പ്രതിപക്ഷ ലീഡർ ജിൽ ആന്റണി, വിൽസൺ പാണാട്ടുപറമ്പിൽ, ജോൺസൺ, ദിജി, ഷാലി എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ICDSന്റെ നേതൃത്വത്തിൽ പോഷൻ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൻ പക്വാഡ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. കുട്ടികളിലെ വളർച്ചാ നിരീക്ഷണം, കുട്ടികളിലെ വികസന പോരായ്മകൾ കണ്ടെത്തൽ എന്നിവയായിരുന്നു പരിപാടിയുടെ മുഖ്യ ലക്ഷ്യം. കയ്പമംഗലം പ്രിയദർശിനി ഹാളിൽ നടന്ന ക്യാമ്പയിൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അൻസമോൾ ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മണി ഉല്ലാസ്, വാർഡ് മെമ്പർ ലുബ്ന ജിനൂബ്, RS BK നഴ്സ് ആശാ ബെന്നി തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ അംഗനവാടികളിലെ 6 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് ക്യാമ്പയിനിൽ പങ്കെടുപ്പിച്ചത്. കൊടകര അഴകം യുവജന സംഘം വായനശാല ബാലവേദി കുട്ടികൾക്കായി വായന കളരി സംഘടിപ്പിച്ചു. ചാലക്കുടി കാർമൽ സ്കൂൾ അധ്യാപിക ബീന സതീശൻ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് K ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. വായനശാല കമ്മിറ്റി അംഗം V കുമാരി, ബാലവേദി കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി ആൻമരിയ ഡൈജു, വായനശാല സെക്രട്ടറി PM സുനിൽ കുമാർ, ലൈബ്രറിയൻ MK ശ്രീജ എന്നിവർ സംസാരിച്ചു. കർഷക സംഘം എടത്തുരുത്തി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേഖലാ ജോയിന്റ് സെക്രട്ടറി രാജേഷ് അറക്കപ്പറമ്പലിന്റെ തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. എടത്തുരുത്തി കൊല്ലാറ സെന്ററിന് കിഴക്ക് ഏങ്ങൂർ വിനയാവതി ടീച്ചറുടെ സ്ഥലത്താണ് തണ്ണിമത്തൻ കൃഷി നടത്തിയത്. കർഷക സംഘം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ് വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് ആദ്യ വിൽപ്പന നടത്തി. കർഷക സംഘം മേഖലാ പ്രസിഡന്റ് സുബി ശങ്കർ അധ്യക്ഷനായി. എടത്തുരുത്തി പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നൌമി പ്രസാദ്, മേഖലാ സെക്രട്ടറി ബാബു പണിക്കവീട്ടിൽ, ഏരിയ വൈസ് പ്രസിഡന്റ് ഭാഗ്യലക്ഷ്മി ലിഷിൻ, മേഖലാ ട്രഷറർ KV പ്രസാദ്, രാജേഷ് അറക്കപ്പറമ്പിൽ, മുൻ വാർഡ് മെമ്പർ സജീഷ് സത്യൻ, TN അജയ്കുമാർ, രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു.
കൊടകര ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മഴക്കാലപൂർവ്വ മെഗാ ശുചീകരണം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ജനപ്രതിനിധികൾ, ഹെൽത്ത്, വ്യാപാരി വ്യവസായി സംഘടനകൾ, ആശാവർക്കർമാർ, ഹരിതകർമ്മസേന അംഗങ്ങൾ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, MGNREGS എന്നിവർ പങ്കെടുത്തു. കൊടകര ടൗണിലെ വിവിധ പ്രദേശങ്ങളിൽ ഗ്രൂപ്പ് തിരിഞ്ഞ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. കൂടാതെ പഞ്ചായത്ത് ഓഫീസും മറ്റ് നിർവഹണ ഉദ്യോഗസ്ഥരുടെ ഓഫീസുകളും ശുചീകരണം നടത്തി. വരും ദിവസങ്ങളിൽ കൊടകര ഗ്രാമപഞ്ചായത്തിലെ 20 വാർഡുകളിലെയും പൊതു ഇടങ്ങളിൽ വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തും. കൊടുങ്ങല്ലൂർ നഗരസഭ വാർഡ് 30-ൽ നമ്പർ 2 CDSഉം 30-ാം വാർഡ് രൂപീകരിച്ച പുതിയ ബാലസഭ മഞ്ചാടി കുട്ടികൾക്ക് അവധിക്കാലം അടിച്ചുപൊളിക്കാൻ കളിയുപകരണങ്ങൾ സമ്മാനിച്ച് നഗരസഭാ കൗൺസിലർ അഡ്വക്കേറ്റ് CP രമേശൻ. ക്രിക്കറ്റ് ബാറ്റ്, ഫുട്ബോൾ, ഷട്ടിൽ, കാരം ബോർഡ് എന്നീ കളി ഉപകരണങ്ങളാണ് കുട്ടികൾക്ക് നൽകിയത്. അഡ്വക്കേറ്റ് UK ജാഫർ ഖാൻ വിശിഷ്ടാതിഥിയായിരുന്നു. KA അനീഷ്, മുൻ കൗൺസിലർ അലീമ റഷീദ്, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ബിന്ദു ഉണ്ണികൃഷ്ണൻ, വൈസ് ചെയർപേഴ്സൺ സാഹിദ അബി, സുഹറാബി, നീനു എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി VD സതീശൻ അധികാരമേൽക്കും. 11 ദിവസം നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് മുഖ്യമന്ത്രിയെ കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചത്. ചാലക്കുടി മലക്കപ്പാറയിൽ വീട്ടമ്മയുടെ മരണകാരണം ചികിത്സാ പിഴവെന്നാരോപിച്ച് നാട്ടുകാർ അന്തർ സംസ്ഥാന പാത ഉപരോധിച്ചു. പോലീസിന്റെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിൽ പിന്നീട് ഉപരോധ സമരം അവസാനിപ്പിച്ചു. അയ്യന്തോൾ കാർത്യായനി ക്ഷേത്രം മതിൽക്കെട്ടിനുള്ളിലെ പെരുമ്പാമ്പിൻ കൂട്ടത്തിൽ നിന്നും 5 എണ്ണത്തിനെ പിടികൂടി. ക്ഷേത്രത്തിലെ പാത്രങ്ങൾ കഴുകുന്ന സ്ഥലത്ത് പാമ്പിനെ കണ്ടതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.